നിങ്ങൾ പാലിയേറ്റീവ് കെയറിന്റെ കഴിഞ്ഞ 2 സെഷൻ കണ്ടിരിക്കുമല്ലോ. ഇനി നമ്മൾ ലാസ്റ്റ് സെഷനിലേക്കാണ് പോകുന്നത്. കെയർ ഓഫ് ഡൈയിങ്. കെയർ ഓഫ് ഡൈയിങ് കൂടാതെ നെക്സ്റ്റ് ചാപ്റ്റർ ആയ ജീറിയാട്രിക് കെയറും ഞാൻ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാട്ട് ഈസ് ജീറിയാട്രിക് കെയർ ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ആക്റ്റീവ് ഏജിംഗ് ആൻഡ് ഓൾസോ ദ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഓഫ് ജീറിയാട്രിക് കെയർ. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കാണുക, ശ്രദ്ധയോടെ പഠിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കെയർ ഓഫ് ഡൈയിങ് പേഷ്യൻറ്റ്. ഡൈയിങ് പേഷ്യൻസിന് കൊടുക്കേണ്ട ശുശ്രൂഷ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മീറ്റിംഗ് ദി നീഡ്സ് ഓഫ് ഡൈയിങ് ഇൻഡിവിജ്വൽ. മരിക്കാറായ വ്യക്തിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. ഫസ്റ്റ് വൺ, ഫിസിക്കൽ നീഡ്സ്, അതായത് ശാരീരികമായ ആവശ്യങ്ങൾ. സൈക്കോളജിക്കൽ നീഡ്സ്, മാനസികമായ ആവശ്യങ്ങൾ. സ്പിരിച്വൽ നീഡ്സ്, ആത്മീയമായ ആവശ്യങ്ങൾ. സെക്കൻഡ് വൺ, അസസിങ് ദി നീഡ്സ്, എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് എന്ന് അന്വേഷിക്കുക. തേർഡ് വൺ, എക്സ്പ്ലെയിനിങ് ദ ക്ലയൻസ് കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗിയുടെ രോഗാവസ്ഥയെക്കുറിച്ചും ചികിത്സാ രീതികളെ പറ്റിയും പറഞ്ഞു കൊടുക്കുക. ഫോർത്ത് വൺ, മെയിൻറ്റെയിനിങ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ആശയവിനിമയം ഉണ്ടാക്കിയെടുക്കുക. ഫിഫ്ത്ത് വൺ, പ്രൊമോട്ടിംഗ് സെൽഫ് കെയർ ആൻഡ് സെൽഫ് എസ്റ്റീം, സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിനും സ്വാഭിമാനത്തിനും പ്രോത്സാഹനം നൽകുക. സിക്സ്ത് വൺ, അലോയിങ് ഫാമിലി മെമ്പേഴ്സ് ടു അസിസ്റ്റ് ഇൻ കെയർ, രോഗി ശുശ്രൂഷയ്ക്ക് കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തുക. നെക്സ്റ്റ് അബൌട്ട് ദ സ്റ്റേജസ് ഓഫ് ഡൈയിങ്, ഫോർമുലേറ്റഡ് ബൈ ഡോക്ടർ എലിസബത്ത് കുബ്ലർ-റോസ്. എലിസബത്ത് കുബ്ലർ-റോസ് ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേജസ് ഓഫ് ഡൈയിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു മരിക്കാറായ പേഷ്യന്റ് കടന്നു പോകുന്ന സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേജ് 1 ഡിനയൽ, സ്റ്റേജ് 2 ആങ്കർ, സ്റ്റേജ് 3 ബാർഗെയിനിങ്, സ്റ്റേജ് 4 ഡിപ്രഷൻ ആൻഡ് സ്റ്റേജ് 5 അക്സെപ്റ്റൻസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡിനയൽ. ഡിനയൽ മീൻസ് ഇറ്റ് ഈസ് ഷോക്ക് ആൻഡ് ഡിസ്ബിലീഫ് റിഗാർഡിംഗ് ലോസ്, അതായത് തനിക്ക് രോഗമുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ സ്റ്റേജ്. അതായത് രോഗമുണ്ടെന്ന് അറിയുമ്പോൾ അത് എൻ്റെതായിരിക്കില്ല, ലാബിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കും, നമുക്ക് വേറെ ലാബിൽ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഡോക്ടറെ കാണാം എന്നൊക്കെ പറഞ്ഞ് അത് ഡിനൈ ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഡിനയൽ. ദെൻ സെക്കൻഡ് സ്റ്റേജ് ആങ്കർ. Anger may be expressed towards God, relatives, friends or healthcare providers. അതായത് രോഗം സ്ഥിരീകരിച്ച് കഴിയുമ്പോൾ ഗോഡ്, ദൈവത്തോടും അല്ലെങ്കിൽ റിലേറ്റീവ്സിനോട്, ഫ്രണ്ട്സിനോട്, ആരോഗ്യ പ്രവർത്തകരോടും ഒക്കെ എല്ലാവരോടും ദേഷ്യം തോന്നുന്നു രോഗിക്ക്. അതായത് തനിക്ക് രോഗമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനുമുള്ളവരോട് ദേഷ്യം തോന്നുന്നു. Third one, bargaining. It occurs when the person asks God or fate for more time to delay the inevitable loss. അതായത് ദൈവത്തോടോ വിധിയോടോ കുറച്ചുകൂടി തന്റെ ആയുസ് നീട്ടിത്തരാമോ എന്ന് ആവശ്യപ്പെടുന്നു. എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം എന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എനിക്ക് കുറച്ചുകൂടി ആയുസ് നീട്ടിത്തരാമോ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ, ദൈവത്തോട് വിലപേശുന്നതാണ്. അതാണ് ബാർഗെയിനിങ് സ്റ്റേജ്. Next, fourth one, depression. That is results when the awareness of the loss becomes acute. അതായത് മരണം ഉറപ്പാകുമ്പോൾ വിഷാദ അവസ്ഥയിലേക്ക് രോഗി ചെന്നെത്തുന്നു. ഈ അവസ്ഥയിൽ രോഗി ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഫിഫ്ത്ത് വൺ, acceptance. It occurs when the person shows evidence of coming to terms with death. അവസാനം രോഗി തന്റെ മരണത്തെ അംഗീകരിക്കുന്നു. സ്റ്റേജസ് ഓഫ് ഡൈയിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേജസ് ഓഫ് ഗ്രീഫ് റിയാക്ഷനും. സോ വാട്ട് ഈസ് ഗ്രീഫ്? ഗ്രീഫ് ഈസ് ദ ഇമോഷണൽ പെയിൻ കോസ്ഡ് ബൈ എ ലോസ്, അതായത് രോഗിയുടെ വേർപാട് മൂലം ഉണ്ടാകുന്ന വേദന, അതാണ് ഗ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഏഞ്ചൽസ് 6 സ്റ്റേജസ് ഓഫ് ഗ്രീഫ് റിയാക്ഷൻ ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഷോക്ക് ആൻഡ് ഡിസ്ബിലീഫ്, ഡെവലപ്പിംഗ് അവയർനെസ്, റെസ്റ്റിറ്റ്യൂഷൻ, റിസോൾവിംഗ് ദ ലോസ്, ഐഡിയലൈസേഷൻ ആൻഡ് ഔട്ട്കം. So let's see one by one. First one, shock and disbelief. That is stunned, numb feeling accompanied by refusal to acknowledge the reality of loss. അതായത് രോഗിയുടെ വേർപാട് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, അതായത് പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ സ്റ്റണ്ട് ആൻഡ് നമ്പ് ഫീൽ വെച്ചാൽ ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നു, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. നെക്സ്റ്റ്, സെക്കൻഡ് വൺ, ഡെവലപ്പിംഗ് അവയർനെസ് എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ രോഗിയുടെ വേർപാട് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു. ദാറ്റ് ഈസ് ഷോയിങ് ഇമോഷണൽ റെസ്പോൺസസ് സച്ച് ആസ് ക്രൈ, ആങ്കർ, ഡെസ്പയർ എക്സെട്ര. ദാറ്റ് ഈസ് യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ കരച്ചിൽ, ദേഷ്യം, നിരാശ എന്നിവ ഉണ്ടാവുന്നു. നെക്സ്റ്റ്, തേർഡ് വൺ, റെസ്റ്റിറ്റ്യൂഷൻ.
that is slowly accepting reality of loss by participation in funeral, family gathering or other rituals. അതായത് രോഗി പതുക്കെ പതുക്കെ റിയാലിറ്റിയിലേക്ക് വരുന്നു. അതായത് രോഗിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തും കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിലൂടെയും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു. Next, fourth one, resolution. That is, attempts to deal with the loss, still thinks over and talks about memories of lost object. അതായത് നഷ്ടപ്പെടലുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാലും നഷ്ടപ്പെട്ട ആളിനെ പറ്റിയുള്ള ചിന്തകളും ഓർമ്മകളും എപ്പോഴും ഉണ്ടാകുന്നു. Next, fifth one is idealization. That is, may feel guilty about past unkindful acts to lost person. Unconsciously internalizes admired qualities of lost object. അതായത് നഷ്ടപ്പെട്ട ആളിനോട് ചെയ്ത കുറ്റങ്ങളോട് കുറ്റബോധം ഉണ്ടാകുന്നു. അവരുടെ നല്ല ഗുണങ്ങളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നു. അതാണ് ഫിഫ്ത്ത് സ്റ്റേജ്, ഐഡിയലൈസേഷൻ. നെക്സ്റ്റ്, സിക്സ്ത് വൺ, ഔട്ട്കം. ദാറ്റ് ഈസ് പേഴ്സൺ വിൽ അഡ്ജസ്റ്റ് ടു ആൻഡ് കോപ്പ് വിത്ത് ദ ലോസ്. അതായത് അവസാനം രോഗി വേർപാടുമായിട്ട് അല്ലെങ്കിൽ രോഗിയുടെ വേർപാടുമായിട്ട് ബന്ധുക്കൾ പൊരുത്തപ്പെടുന്നു. ദീസ് ആർ ദ സ്റ്റേജസ് ഓഫ് grief, that is shock and disbelief, developing awareness, restitution, resolution, idealization and outcome. Stages of dying, stages of grief reactions very important ആണ്. Next about the signs of approaching death. അതായത് മരിക്കാറായി കിടക്കുന്ന രോഗിയിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? First one, facial appearance. Second one, changes in the sight, speech and hearing. Respiratory system changes. Circulatory system changes. Gastrointestinal system changes. Genitourinary system changes. Skin and musculoskeletal changes. And central nervous system changes. Let's see one by one. First one, facial appearance. That is, അതായത് മുഖത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫേഷ്യൽ മസിൽ റിലാക്സ്, അതായത് മുഖത്തെ പേശികൾ ലൂസ് ആകുന്നു. Then, cheek becomes flaccid, moving in and out with each breath. കവിളുകൾ ദുർബലമാവുകയും ഓരോ ശ്വാസത്തിനും ഉള്ളിലേക്ക് വലിയുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. ഫേഷ്യൽ സ്ട്രക്ചർ മേ ചേഞ്ച്, സോ ദ ഡെൻജേഴ്സ് കനോട്ട് ബി വോൺ. അതായത് മുഖത്തെ ആകൃതിക്ക് വ്യത്യാസം ഉണ്ടാകുന്നതിനാൽ വെപ്പുപല്ലുകൾ വെക്കാൻ സാധിക്കാതെ വരുന്നു. മൗത്ത് സ്ട്രക്ചർ മേ കൊളാപ്സ്. വായ്ക്കുള്ളിലെ സ്ട്രക്ചേഴ്സ് എല്ലാം കൊളാപ്സ് ആവുന്നു. ദെൻ ലോസ് ഓഫ് മസിൽ ടോൺസ് ആൻഡ് പ്രോമിനന്റ് ചീക്സ് ആൻഡ് പെയിൽ സങ്കൺ ഐസ്. വായ്ക്കുള്ളിലെയും കവിളുകളിലെയും പേശികൾ ദുർബലമാവുകയും കണ്ണുകൾ കുഴിഞ്ഞ് വിളറിയതുമാകുന്നു. ഇത്രയാണ് ഫേസിനുണ്ടാവുന്ന ചേഞ്ചസ്. നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ സൈറ്റ്, സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ദാറ്റ് ഈസ് സൈറ്റ് ഗ്രാജുവലി ഫെയിൽ. കാഴ്ചശക്തി കുറയുന്നു. Pupils fails to react to light. കൃഷ്ണമണികൾ വെളിച്ചത്തോട് പ്രതികരിക്കുന്നില്ല. Eyes are sunken and half closed. കണ്ണുകൾ കുഴിഞ്ഞതും പകുതി അടഞ്ഞ രൂപത്തിലും ഉള്ളതാകുന്നു. Speech becomes increasingly difficult. അതായത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. കൺഫ്യൂസ്ഡ്, ഓർമ്മക്കേടും സ്ഥലകാല ബോധമില്ലായ്മയും ഉണ്ടാവുന്നു. ലോസ് ഓഫ് ഹിയറിംഗ്, കേൾവി ശക്തി കുറയുന്നു. Next about the death rattle. What is death rattle? It is a rattling sound heard in the throat caused by secretions that the patient cannot cough longer. അത് മരണമണി മുഴങ്ങുക എന്ന് പറയും. ദാറ്റ് ഈസ് രോഗിക്ക് ചുമച്ച് പുറന്തള്ളാനാകാതെ സെക്രീഷൻസ് തൊണ്ടയിൽ കുടുങ്ങി എയർ ഉള്ളിലേക്ക് കടക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഉണ്ടാകുന്ന സൗണ്ട്. അതാണ് ഡെത്ത് റാറ്റിൽ എന്ന് പറയാം. സെക്രീഷൻസ് ഉള്ളിൽ കിടക്കുന്നതാണ് ചുമച്ച് പുറന്തള്ളാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ കേൾക്കുന്ന സൗണ്ടാണ് ഡെത്ത് റാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയെന്ന് നോക്കാം. റെസ്പിറേഷൻ ബിക്കംസ് ഇറഗുലർ, റാപ്പിഡ് ആൻഡ് ഷാലോ ബ്രെത്ത് ഓർ വെരി സ്ലോ. അതായത് ശ്വസനം ക്രമമല്ലാതെ വരികയും ചിലപ്പോൾ ശ്വസനം ത്വരിതപ്പെടുകയോ സ്ലോ ആവുകയോ ചെയ്യുന്നു. സർട്ടോറിയസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് സെക്രീഷൻസ്. അതായത് സെക്രീഷൻസ് കളക്ട് ചെയ്ത് കിടക്കുന്നതിനാൽ ശ്വസനത്തോടൊപ്പം ഒരു ശബ്ദവും ഉണ്ടാവുന്നു. അപ്പൊ ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. നെക്സ്റ്റ് അബൌട്ട് ദ സർക്കുലേറ്ററി സിസ്റ്റം ചേഞ്ചസ്. സർക്കുലേറ്ററി ചേഞ്ചസ് കോസ് ഓൾട്ടറേഷൻസ് ഇൻ ദ ടെമ്പറേച്ചർ, പൾസ് ആൻഡ് റെസ്പിറേഷൻസ്. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ എന്നിവയിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. റേഡിയൽ പൾസ് ഗ്രാജുവലി ഫെയിൽസ്. അതായത് റേഡിയൽ പൾസ് എന്താണെന്നറിയാലോ, റിസ്റ്റിൽ നോക്കുന്ന പൾസ്, അത് താഴുന്നു. ദെൻ
Once it stops, epical pulse may continue for some time. Radial pulse സ്റ്റോപ്പ് ചെയ്താലും എപ്പിക്കൽ പൾസ് അതായത് ഹൃദയത്തിന്റെ മിടിപ്പ് കുറച്ചു സമയം കൂടി നീണ്ടു നിൽക്കും. യൂഷ്വലി ദ പൾസേഷൻസ് ആർ സീൻ ഈവൻ ആഫ്റ്റർ ദ പേഷ്യന്റ് ഹാസ് സ്റ്റോപ്ഡ് ബ്രീത്തിങ്. പേഷ്യന്റിന്റെ ശ്വസനം നിലച്ചാലും ഈ പൾസേഷൻ കിട്ടുന്നത് കുറച്ചു സമയം കൂടി നീണ്ടു നിൽക്കുന്നു. നെക്സ്റ്റ്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയെന്ന് നോക്കാം. ഹിക്കഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇക്കിൾ. നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഓക്കാനവും ഛർദിലും. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, വയറ്റിലുണ്ടാകുന്ന വീർപ്പ്, ആർസിൽ, ഇവയൊക്കെ കാണുന്നു. ദെൻ ദ ഗ്യാഗ് റിഫ്ലക്സ് ഡിസപ്പിയേഴ്സ് ആൻഡ് ദ പേഷ്യന്റ് ഫീൽസ് ഇൻഎബിലിറ്റി ടു സ്വാളോ. അതായത് ഗ്യാഗ് റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്സ് കൺട്രാക്ഷൻ ഓഫ് ദ ബാക്ക് ഓഫ് ദ ത്രോട്ട് ആണ്. അതായത് തൊണ്ടയിലെ പേശികളുടെ കൺട്രാക്ഷൻ. അപ്പോൾ ആ കൺട്രാക്ഷൻ നിലയ്ക്കുന്നു, അതായത് കുറയുന്നു. അത് കാരണം രോഗിക്ക് വിഴുങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് അബൌട്ട് ദ ജെനിറ്റോ യൂറിനറി സിസ്റ്റം. ജെനിറ്റോ യൂറിനറി സിസ്റ്റത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു? ഫസ്റ്റ് വൺ, റിട്ടൻഷൻ ഓഫ് യൂറിൻ, അതായത് മൂത്ര തടസ്സം, യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. നെക്സ്റ്റ്, ഡിസ്റ്റൻഷൻ ഓഫ് ബ്ലാഡർ, അതായത് യൂറിനറി ബ്ലാഡറിന് വീക്കമുണ്ടാവുന്നു. ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ ആൻഡ് സ്റ്റൂൾ ഡ്യൂ ടു ലോസ് ഓഫ് സ്പിഞ്ചർ കൺട്രോൾ, അതായത് യൂറിനും സ്റ്റൂളും നിയന്ത്രണമില്ലാതെ പോവുക. ഇത് പേശികളുടെ ബലക്കുറവ് മൂലം ഉണ്ടാവുന്നതാണ്. നെക്സ്റ്റ് അബൌട്ട് ദ സ്കിൻ ആൻഡ് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ചേഞ്ചസ്. സ്കിന്നിലും മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിലും ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്കിൻ മേ ബിക്കം പെയിൽ, കൂൾ ആൻഡ് സ്വെറ്റ്സ് എ ലോട്ട്. ദാറ്റ് ഈസ് വിളറിയതും തണുത്തതും എപ്പോഴും വിയർക്കുന്നതുമായിട്ടുള്ള സ്കിന്നായിരിക്കും രോഗിയുടേത്. സെക്കൻഡ് വൺ, ഇയേഴ്സ് ആൻഡ് നോസ് ആർ കോൾഡ് ടു ടച്ച്. ഇയേഴ്സും നോസും ഒക്കെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് തണുത്തിരിക്കും. Then third one, skin is pale and mottled due to congestion of blood in the veins as a result of circulatory failure. അതായത് ബ്ലഡ് സർക്കുലേഷന്റെ അപാകത മൂലം ശരീരത്തിൽ രക്തം കെട്ടിക്കിടക്കുകയും ത്വക്കിൽ ബ്ലഡ് സ്പോട്സ് കാണുകയും ചെയ്യുന്നു. അതായത് മോട്ടിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പോലെ കുത്തു പോലെ കാണുക, ബ്ലഡ് സ്പോട്സ് കാണുകയും ചെയ്യുന്നു. ഇത്രയാണ് സ്കിൻ ആൻഡ് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. Next about the changes in the central nervous system. Reflexes and pain are gradually lost. അതായത് എല്ലാ തരത്തിലുള്ള റിഫ്ലക്സസും വേദന അറിയാനുള്ള ശേഷി നഷ്ടമാകുന്നു. Patient may be restless due to lack of oxygen and due to raised body temperature although the body surface is cool. അതായത് പേഷ്യന്റിന് ഓക്സിജന്റെ അഭാവം മൂലവും ശരീരോഷ്മാവ് കൂടുന്നതിനാലും പേഷ്യന്റ് റെസ്റ്റ്ലെസ് ആവുകയും ചെയ്യുന്നു. എന്നാൽ ബോഡി തണുത്തതായിരിക്കുന്നു. നെക്സ്റ്റ് അബൌട്ട് ദ സയൻസ് ഓഫ് ക്ലിനിക്കൽ ഡെത്ത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് സയൻസ് ഓഫ് അപ്രോച്ചിങ് ഡെത്ത് ആയിരുന്നു. ഇനി അടുത്ത സയൻസ് ഓഫ് ക്ലിനിക്കൽ ഡെത്ത്, അതായത് രോഗിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആബ്സെൻസ് ഓഫ് പൾസ്, ഹാർട്ട് ബീറ്റ് ആൻഡ് റെസ്പിറേഷൻ. പൾസ്, ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ എന്നിവ നിലയ്ക്കുന്നു. പ്യൂപ്പിൾസ് ബിക്കമിങ് ഫിക്സ്ഡ് ആൻഡ് നോട്ട് റിയാക്ടിങ് ടു ലൈറ്റ്. അതായത് കൃഷ്ണമണികൾ ദൃഢമാവുകയും ലൈറ്റിനോട് പ്രതികരിക്കാതെ വരികയും ചെയ്യുന്നു. ആബ്സെൻസ് ഓഫ് ഓൾ റിഫ്ലക്സസ്, എല്ലാ റിഫ്ലക്സസും നിലയ്ക്കുന്നു. ദെൻ റൈഗമോട്ടിസ്, ദാറ്റ് മീൻസ് സ്റ്റിഫനിങ് ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്. അതായത് മരണത്തിന് ശേഷം ബോഡി സ്റ്റിഫ് ആവുന്ന അവസ്ഥ, അതായത് രോഗിയുടെ ശരീരം മുറുകുന്ന അവസ്ഥ. That is, the arms and legs cannot be bent or straightened while rigor mortis is present unless the tendons are ടോൺ. അതായത് കൈയും കാലും വളയ്ക്കാനോ നീട്ടാനോ പറ്റാത്ത അവസ്ഥ, അതായത് ശരീരം മുറുകി ദൃഢമാവുന്നു, അതായത് വഴങ്ങാതെ വരുന്ന അവസ്ഥ, സ്റ്റിഫ് ആവുന്ന അവസ്ഥ, അതാണ് റൈഗമോട്ടിസ്. ഈ അവസരത്തിൽ കൈയും കാലും വളയ്ക്കാനോ നീട്ടാനോ പറ്റുന്നില്ല. നെക്സ്റ്റ്, പോസ്റ്റ്മോർട്ടം ഹൈപ്പോസ്റ്റേസിസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഡാർക്ക് റെഡ് ഓർ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഡ്യൂ ടു സെറ്റിലിംഗ് ഓഫ് ദ ബ്ലഡ്. അതായത് രക്തസംക്രമണം ഇല്ലാത്തതിനാൽ രക്തം കെട്ടിക്കിടക്കുകയും ശരീരത്തിന് ഡാർക്ക് റെഡ് അഥവാ ബ്ലൂ കളർ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ദീസ് ആർ ദ സയൻസ് ഓഫ് ക്ലിനിക്കൽ ഡെത്ത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ പഠിച്ചോണം. ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ദ കെയർ ഓഫ് ഡയിങ് പേഷ്യന്റ്. അതായത് മരിക്കാറായി കിടക്കുന്ന വ്യക്തിയെ പരിചരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സൈക്കോളജിക്കൽ സപ്പോർട്ട്, മാനസികമായ സപ്പോർട്ട് നൽകുക. The psychological need of a dying person can be summarized as follows. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, റിലീഫ് ഫ്രം ലോൺലിനെസ്, ഫിയർ ആൻഡ് ഡിപ്രഷൻ. അതായത് ഒറ്റപ്പെടൽ, ഭയം, വിഷാദം എന്നിവയിൽ നിന്നും മോചനം നൽകുക.
സെക്കൻഡ് വൺ, മെയിൻ്റനൻസ് ഓഫ് സെക്യൂരിറ്റി, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡിഗ്നിറ്റി. സുരക്ഷിതത്വം, ആത്മവിശ്വാസം, മഹത്വം എന്നിവ കൈവിടാതെ നോക്കുക. തേർഡ് വൺ, മെയിൻ്റനൻസ് ഓഫ് ഹോപ്പ്, പ്രതീക്ഷ നിലനിർത്തുക. ഫോർത്ത് വൺ, മീറ്റിംഗ് ദ സ്പിരിച്വൽ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിലീജിയസ് കസ്റ്റംസ്. അതായത് ആത്മീയ ആവശ്യങ്ങൾ അവരുടെ കസ്റ്റം അനുസരിച്ച് സാധിച്ചു കൊടുക്കുക. നെക്സ്റ്റ്, dying person may be shifted to private room or privacy is maintained by putting the screen so that other patients may not be disturbed by the unpleasant sight, cries and other disturbances. അതായത് മരിക്കാറായ രോഗിയെ പ്രത്യേക മുറിയിലോ അല്ലെങ്കിൽ സ്ക്രീൻ വെച്ചോ മറച്ച് കിടത്തേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റു രോഗികൾക്ക് അത് മാനസിക സംഘർഷം ഉണ്ടാക്കുന്നു. ഇതാണ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ സപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് അബൌട്ട് ദ സിംറ്റമാറ്റിക് മാനേജ്മെന്റ്. രോഗിയുടെ ലക്ഷണങ്ങൾ വെച്ച് എന്തൊക്കെ മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ബ്രീതിങ്. ഇനി ബ്രീതിങ് പ്രോബ്ലം ആണ് ഉള്ളതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഓക്സിജൻ ഇൻഹലേഷൻ ടു റിമൂവ് ഹിസ് ഡിസ്കംഫർട്ട്. എല്ലാവർക്കും അറിയാം, ബ്രീതിങ് ഡിഫിക്കൽറ്റി വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് എന്താണ്? ഓക്സിജൻ ഇൻഹലേഷൻ. സെക്കൻഡ് പോയിന്റ്, എലിവേഷൻ ഓഫ് പേഷ്യൻസ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് മേ മേക്ക് ബ്രീതിങ് ഈസിയർ. അതായത് രോഗിയുടെ തലഭാഗവും ഷോൾഡർ ഭാഗവും 90 ഡിഗ്രി ആംഗിളിൽ ഒന്ന് പൊക്കി വെക്കുക. ഇങ്ങനെ ഈ പൊസിഷനിൽ ബ്രീതിങ് കുറച്ചുകൂടി ഈസി ആവുന്നു. തേർഡ് പോയിന്റ്, കീപ് ദ റൂം വെൽ വെന്റിലേറ്റഡ് ആൻഡ് കീപ് ക്രൗഡഡ് എവേ. അതായത് മുറികൾക്ക് നല്ല വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. കീപ് ക്രൗഡഡ് എവേ, ദാറ്റ് ഈസ് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കുക. പീരിയോഡിക് സക്ഷനിങ് ഈസ് നെസസറി. ആവശ്യമുള്ളപ്പോൾ സെക്രീഷൻസ് റിമൂവ് ചെയ്യാൻ സക്ഷനിങ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അതായത് ഈറ്റിംഗ് ഡ്രിങ്കിങ്ങിന് പ്രശ്നമുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അനോറെക്സിയ, നോസിയ ആൻഡ് വോമിറ്റിംഗ് ആർ കോമൺലി സീൻ ഇൻ ഡൈയിങ് പേഷ്യന്റ്. അതായത് അനോറെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിശപ്പില്ലായ്മയും, നോസിയ ഓക്കാനവും, വോമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദിലും ഉണ്ടാവുന്നു. ദേ ആർ അൺഏബിൾ ടു ടേക്ക് എനി ഫോം ഓഫ് ഫുഡ് ആൻഡ് ഇഫ് ദേ ടേക്കൺ ദേ ആർ അൺഏബിൾ ടു റീറ്റെയിൻ ദ ഫുഡ്. അതായത് ഇങ്ങനെയുള്ളവർക്ക് ഈ പ്രശ്നങ്ങളുള്ളവർക്ക് ഫുഡ് എടുക്കാൻ പറ്റാതെ വരികയും ഫുഡ് എടുത്താൽ തന്നെ വൊമിറ്റിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതായത് IV ഫ്ലൂയിഡ്സ് കൊടുക്കാം. IV ഫ്ലൂയിഡ്സ് എന്ന് വെച്ചാൽ ഇൻട്രാവീനസ് ആയിട്ട് ഡ്രിപ്പ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ തേർഡ് പോയിന്റ്, സിപ്സ് ഓഫ് വാട്ടർ ഈസ് ഗിവൺ വിത്ത് ടീസ്പൂൺ. സ്പൂൺ ഉപയോഗിച്ച് വെള്ളം ചെറുതായിട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് കൊടുക്കാം. Then give frequent oral hygiene. അതായത് വായു ശുചിത്വം ചെയ്തു കൊടുക്കണം. അപ്ലൈ ഇമോളിയൻസ് ടു ദ ഡ്രൈ ലിപ്സ്. ചുണ്ടുകളിൽ ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള ഇമോളിയൻസ്, വാസലിൻ പോലുള്ള എന്തെങ്കിലും പരട്ടി കൊടുക്കാം. Then dentures are removed and kept safely. അതായത് വെപ്പുപല്ലുകൾ മാറ്റി സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുക. നെക്സ്റ്റ് അബൌട്ട് ദ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് എലിമിനേഷൻ. എലിമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയാണ് രോഗികൾക്ക് ഉണ്ടാവുക എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ അറിയാലോ, മലബന്ധം. റിട്ടൻഷൻ ഓഫ് യൂറിൻ, യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ട്. ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ ആൻഡ് സ്റ്റൂൾ, യൂറിനും സ്റ്റൂളിനും നിയന്ത്രണമില്ലാതെ പോവുക. ദീസ് ആർ സം ഓഫ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ പേഷ്യന്റ്. ഇതൊക്കെയാണ് സം ഓഫ് ദ പ്രോബ്ലംസ് രോഗി ഫേസ് ചെയ്യുന്നത്. ദെൻ ഇതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കത്തീട്രൈസേഷൻ ഹാസ് ടു ബി ഡൺ. യൂറിൻ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തീട്രൈസേഷൻ ചെയ്യാം. Then thorough skin and perineal care is to be given to keep the patient clean and to prevent skin breakdown. Skin breakdown prevent ചെയ്യാനായിട്ട് പെരിനിയൽ കെയർ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഇമ്മൊബിലിറ്റി. പേഷ്യന്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം? ഫ്രീക്വന്റ് സ്കിൻ കെയർ ഷുഡ് ബി ഗിവൺ വിത്ത് പർട്ടിക്കുലർ അറ്റൻഷൻ ടു പ്രഷർ പോയിന്റ്സ്. പ്രഷർ പോയിന്റ്സിന് വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് സ്കിൻ കെയർ കൊടുക്കാവുന്നതാണ്. പ്രഷർ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതായത് ബാക്ക് ഓഫ് ദ ഹെഡ്, സ്കാൽപ്പുല, സേക്രം, എൽബോ, ഹീല്, ബാക്ക് ഓഫ് ദ നീ, ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ. ബാക്ക് ഓഫ് ദ ഇയർ, സൈഡ് ഓഫ് ദ ചീക്ക് ഒക്കെ, ഇതൊക്കെയാണ് പ്രഷർ പോയിന്റ്സ്. ഈ പ്രഷർ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. മസാജ് ചെയ്ത് പ്രഷർ സോർ ഒന്നും വരാതെ നോക്കാം. ദെൻ patient should be comfortably placed and their position frequently changed in the bed. പേഷ്യന്റിനെ കംഫർട്ടബിൾ ആയിട്ട് കട്ടിലിൽ കിടത്തുകയും 2 മണിക്കൂർ കൂടുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്യുക.
Next about the problem associated with the sense organ. Sense organumai bandhappetta problems endokkeyannu nokkam. Since the patient loses sight, before given any care to the patient, nurse should touch the patient and say what she is going to do. അതായത് രോഗിക്ക് കാഴ്ചശക്തി കുറഞ്ഞു വരുന്നതിനാൽ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും രോഗിയോട് അല്ലെങ്കിൽ രോഗിയെ സ്പർശിച്ചതിന് ശേഷം കാര്യം മനസ്സിലാക്കിയിട്ട് വേണം പ്രൊസീജിയർ ചെയ്തു തുടങ്ങാൻ. Since the hearing is retained longer, speak only what is appropriate. അതായത് കേൾവിശക്തി പതുക്കെ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ എന്നതിനാൽ രോഗിയുടെ മുമ്പിൽ വെച്ച് ആവശ്യമുള്ള കാര്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അവോയ്ഡ് വിസ്പറിംഗ് എനിത്തിങ് ഇൻ ദ പേഷ്യൻസ് റൂം. രോഗിയുടെ മുറിയിൽ വെച്ച് അടക്കം പറയുകയോ രഹസ്യം പറയുകയോ ചെയ്യരുത്. സ്പീക്ക് ഡിസ്റ്റിങ്ക്ലി സോ ദാറ്റ് പേഷ്യന്റ് മേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡൺ ഫോർ ഹിം. നല്ല വ്യക്തമായി രോഗിക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുക. Since the eyes are opened, protect the eyes from corneal ulceration with protective ointment. കണ്ണുകൾ പൂർണ്ണമായും അടയാത്തതിനാൽ കോർണിയൽ അൾസർ വരാതിരിക്കുന്നതിന് കണ്ണുകളിൽ ഓയിൻമെന്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. Next, problems associated with the rest and sleep. First one, patient should not be disturbed while sleeping. അതായത് ഉറങ്ങുമ്പോൾ രോഗിയെ ഡിസ്റ്റർബ് ചെയ്യരുത്. Second one, visitors should be instructed not to disturb the patient during his resting period. അതായത് രോഗി റെസ്റ്റ് എടുക്കുന്ന അവസരത്തിൽ രോഗി സന്ദർശനം ചെയ്യുന്നവർ രോഗിയെ ഡിസ്റ്റർബ് ചെയ്യരുത്. മെയിൻറ്റെയിൻ കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെന്റ്. അതായത് ശാന്തമായ പരിസരം ഉറപ്പുവരുത്തുക. Next, problem associated with cleanliness and grooming. Cleanliness and appearance are important until the end. അതായത് രോഗി ശുചിത്വം അന്ത്യദിനം വരെ പ്രധാനമാണ്. Cleanliness of the skin, hair, mouth and cloth has to be maintained. അതായത് സ്കിൻ, ഹെയർ, മൗത്ത്, ക്ലോത്ത് ഇവയെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക. നെക്സ്റ്റ്, പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ദാറ്റ് ഈസ് കൺഫ്യൂഷൻ ആൻഡ് വിഡ്രോവൽ. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് സ്ഥലകാല ബോധമില്ലായ്മ ഉണ്ടാവുന്നു, അതുകൊണ്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. വിഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിക്ക് വിഷാദ അവസ്ഥയിലേക്ക് വരും, ഉൾവലിയൽ സ്വഭാവം ഉണ്ടാവും, ആരോടും സംസാരിക്കില്ല. അപ്പൊ ഇതൊക്കെയാണ് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് കമ്മ്യൂണിക്കേഷൻസ്. സോ ദീസ് ആർ ദ മാനേജ്മെന്റ് ഓർ കെയർ ഓഫ് ഡൈയിങ് patient. Next, caring for the body after death. അതായത് ഡെത്ത് ആയതിനു ശേഷം അല്ലെങ്കിൽ രോഗി മരിച്ചതിന് ശേഷം രോഗിയുടെ ഡെഡ് ബോഡി കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. After the physician has pronounced death legally documented the death in the medical record, care of the body is usually performed by the nurse. അതായത് ഡോക്ടർ മെഡിക്കൽ റെക്കോർഡിൽ രോഗിയുടെ മരണം ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമേ ഡെഡ് ബോഡിയുടെ കെയർ നഴ്സിന് ചെയ്യാൻ സാധിക്കുള്ളൂ. And autopsy consent may be requested and obtained if required. അതായത് ഓട്ടോപ്സി മീൻസ് എന്താ? പോസ്റ്റ്മോർട്ടം അല്ലെ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള സമ്മതപത്രം രോഗിയുടെ ബന്ധുക്കളിൽ നിന്നും കിട്ടി എന്ന് ഉറപ്പുവരുത്തുക. അത് ആവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രം. If the patient is to be an organ donor, arrangements will be made immediately. അവയവദാന സമ്മതപത്രം തന്നയാളാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കുക. The family often wishes to view the body before final preparations are made. They may be allowed. അവസാനമായി രോഗിയുടെ ബന്ധുക്കളെ ഡെഡ് ബോഡി ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് കാണാൻ അനുവദിക്കുക. If the patient had any valuables, they are handed over to the relatives. അതായത് രോഗിയുടെ ശരീരത്തിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യുക. Next, identification tag should be attached to dead body before transferring the body to the mortuary. മോർച്ചറിയിലേക്ക് ബോഡി മാറ്റുന്നതിന് മുൻപ് ഡെഡ് ബോഡി തിരിച്ചറിയുന്നതിനായിട്ട് രോഗിയുടെ ശരീരത്തിൽ ഐഡന്റിഫിക്കേഷൻ ടാഗ് കെട്ടേണ്ടതാണ്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഐഡന്റിഫിക്കേഷൻ ടാഗ് ഷുഡ് കണ്ടെയ്ൻ പേഷ്യന്റെ നെയിം ഉണ്ടായിരിക്കണം, ഏജ് ഉണ്ടായിരിക്കുക, രജിസ്ട്രേഷൻ നമ്പർ മീൻസ് IP നമ്പർ, ദെൻ റിലേറ്റീവ് നെയിം ആരാണോ കൂടെ ഉള്ളത് രോഗിയുടെ കൂടെ ഉള്ളത് അവരുടെ പേര്, നെക്സ്റ്റ് അഡ്രസ്, ദെൻ വാർഡ് നമ്പർ, ബെഡ് നമ്പർ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഡെത്ത് അതായത് രോഗി മരിച്ച ഡേറ്റും അതിന്റെ സമയവും, ദെൻ കോസ് ഓഫ് ദ ഡെത്ത് മരണത്തിന്റെ കാരണവും വ്യക്തമായി എഴുതിയിരിക്കണം. ഇത്രയാണ് ഐഡന്റിഫിക്കേഷൻ ടാഗിൽ ഉള്ളത്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ കെയർ ഓഫ് ഡൈയിങ്ങിനെ പറ്റി പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ജീറിയാട്രിക് കെയർ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, അതായത് വാർദ്ധക്യകാല സംരക്ഷണ രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
Concept of old age and related terms. First one, aging. Old age is the result of physical and psychological fatigue caused by continuous functioning. അതായത് ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷീണത്തെയാണ് ഓൾഡ് ഏജ് എന്ന് പറയുക. What is gerontology? It is the study of physical and psychological changes which are incidental to old age. Old ageൽ അഥവാ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളുടെ പഠനമാണ് gerontology. Geriatrics. What is geriatrics? The care of aged is called geriatrics or clinical gerontology. അതായത് വാർദ്ധക്യകാല സംരക്ഷണത്തെയാണ് geriatrics എന്ന് പറയുക. ഈ ഡെഫിനിഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ലപോലെ പഠിച്ചു വെക്കുക. Then next, geriatric care. It is related to disease process of old age and it aims at helping old persons at a state of self-dependence as far as possible and to provide facilities to improve their quality of life. വാർദ്ധക്യകാലത്ത് ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊമോട്ട് ചെയ്യുന്നതിനും കഴിയുന്നത്ര സെൽഫ് ഡിപ്പെൻഡൻസ് എന്ന് വെച്ചാൽ കഴിയുന്നത്ര സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിനും സഹായകരമാകുന്ന ശുശ്രൂഷ രീതിയെയാണ് പറയുന്നത് ജീറിയാട്രിക് കെയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ടേംസ് ഒക്കെ നല്ലപോലെ പഠിച്ചേക്കുക കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആക്റ്റീവ് ഏജിംഗ്? വാർദ്ധക്യത്തെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സോഷ്യൽ ഫാക്ടേഴ്സ്. സാമൂഹ്യപരമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ലിറ്ററസി, ഹ്യൂമൻ റൈറ്റ്സ്, സോഷ്യൽ സപ്പോർട്ട്, പ്രിവെൻഷൻ ഓഫ് വയലൻസ്. അതായത് ഒരാളുടെ വിദ്യാഭ്യാസം, സാക്ഷരത, മനുഷ്യാവകാശത്തെ പറ്റിയുള്ള ബോധം, സാമൂഹ്യമായിട്ടുള്ള പിന്തുണ, വയലൻസ് ഇല്ലായ്മ, ഇവയെല്ലാം ഈ ഒരാൾ ജീവിക്കുന്ന ആ സോഷ്യൽ ഫാക്ടേഴ്സ്, സാമൂഹ്യപരമായ ഘടകങ്ങൾ അയാളുടെ വാർദ്ധക്യത്തെ ബാധിക്കുന്നു. രണ്ടാമത്തത് പേഴ്സണൽ ഫാക്ടേഴ്സ്, ബയോളജി ഓർ ജെനറ്റിക്സ്. അയാളുടെ ശാരീരികപരമായ ഘടകങ്ങൾ വാർദ്ധക്യത്തെ ബാധിക്കുന്നു. തേർഡ് വൺ, ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസസ്, അതായത് ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഡിസീസ് പ്രിവെൻഷൻ. നല്ല രീതിയിൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് വാർദ്ധക്യം പെട്ടെന്ന് ബാധിക്കുന്നില്ല. നെക്സ്റ്റ്, ഫിസിക്കൽ എൻവയോൺമെന്റ്, അതായത് ഒരാൾ ജീവിക്കുന്ന സാഹചര്യം, എൻവയോൺമെന്റ് എങ്ങനെയൊക്കെയാണ്? ഹൗസിങ്, അർബൻ ഓർ റൂറൽ, ഇവയെല്ലാം അതായത് ഒരു ജീവിക്കുന്നതിന്റെ ആ സാഹചര്യം, ചുറ്റുമുള്ള എൻവയോൺമെന്റ് ആക്റ്റീവ് ഏജിങ്ങിന് ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ്, എക്കണോമിക്, സാമ്പത്തികപരമായ ഘടകങ്ങൾ വാർദ്ധക്യത്തെ ബാധിക്കുന്നു. ബിഹേവിയറൽ ഫാക്ടർ, ഒരാളുടെ പെരുമാറ്റം, സ്വഭാവ രീതികളും വാർദ്ധക്യത്തെ ബാധിക്കുന്നു. അതായത് പുകവലി, ആൽക്കഹോളിസം, ഡ്രഗ് അഡിക്ഷൻ എന്നിവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വാർദ്ധക്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നെക്സ്റ്റ്, അബൌട്ട് ദ കോമൺ ഏജിംഗ് ചേഞ്ചസ്. വാർദ്ധക്യകാലത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, ഫിസിയോളജിക്കൽ ചേഞ്ചസും സൈക്കോ സോഷ്യൽ ചേഞ്ചസും. ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ശാരീരികപരമായ മാറ്റങ്ങളും സൈക്കോ സോഷ്യൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികപരമായ മാറ്റങ്ങളും. ഫസ്റ്റ് വൺ, ഫിസിയോളജിക്കൽ ചേഞ്ചസിൽ ഓരോ സിസ്റ്റം വൈസ് ചേഞ്ചസ് ഉണ്ട്. ഇന്റഗ്യുമെന്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം ചേഞ്ചസ്, കാർഡിയോവാസ്കുലർ സിസ്റ്റം ചേഞ്ചസ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റം ചേഞ്ചസ്, മസ്കുലോസ്കെറ്റൽ സിസ്റ്റം ചേഞ്ചസ്, neurological system changes, sensory organs changes, then genitourinary system changes. Next, physiological changes ഏതൊക്കെയാണ്? Then next one, reproductive system, endocrine system, and 11th one, immune system. നമുക്ക് ഓരോ സിസ്റ്റം വൈസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്റഗ്യുമെന്ററി സിസ്റ്റം, അതായത് വാർദ്ധക്യകാലത്ത് സ്കിന്നിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, loss of skin elasticity with fat loss in extremities. അതായത് സ്കിന്നിന്റെ ഇലാസ്റ്റികതയും കൊഴുപ്പും നഷ്ടപ്പെട്ട് ചുളിവുകൾ വീഴുന്നു. സെക്കൻഡ് വൺ, പിഗ്മെന്റേഷൻ ചേഞ്ചസ്, അതായത് ശരീരത്തിന് അല്ലെങ്കിൽ സ്കിന്നിന് നിറവ്യത്യാസം ഉണ്ടാകുന്നു. തേർഡ് വൺ, ഗ്ലാൻഡുലാർ അട്രോഫി, അതായത് ഓയിൽ, മോയിസ്ചർ ആൻഡ് സ്വെറ്റ് ഗ്ലാൻഡ്സ്, അതായത് ഗ്ലാൻഡിന്റെ പ്രവർത്തനം കുറയുന്നത് മൂലം ശരീരത്തിൽ എണ്ണ, ഈർപ്പം, സ്വെറ്റ് എന്നിവയുടെ ഉൽപാദനം കുറയുന്നു. ദെൻ തിന്നിങ് ഹെയർ വിത്ത് ഹെയർ ടേണിംഗ് ഗ്രേ വൈറ്റ്, മുടിയുടെ കട്ടി കുറയുന്നു, നര ബാധിക്കുന്നു. സ്ലോവർ നെയിൽ ഗ്രോത്ത്, നഖങ്ങളുടെ വളർച്ച കുറയുന്നു. അട്രോഫി ഓഫ് എപ്പിഡെർമൽ ആർട്ടീരിയോൾസ്, അതായത് രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു. ഇത്രയാണ് സ്കിന്നിനുണ്ടാവുന്ന വാർദ്ധക്യകാലത്ത് സ്കിന്നിനുണ്ടാവുന്ന ചേഞ്ചസ്. നെക്സ്റ്റ്, റെസ്പിറേറ്ററി സിസ്റ്റം. വാർദ്ധക്യകാലത്ത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിക്രീസ്ഡ് കഫ് റിഫ്ലക്സ്, അതായത് ചുമയ്ക്കുന്നതിനുള്ള കഴിവ് കുറയുന്നു.
ഡിക്രീസ്ഡ് സീലിയ. സീലിയ എന്താണെന്ന് അറിയാലോ, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചു. അതായത് ലങ്സിൽ നിന്നും പൊടിപടലങ്ങളും മൈക്രോ ഓർഗാനിസംസും ഒക്കെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ബ്രോങ്കസിൽ ഉള്ള ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് സീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബ്രോങ്കസ്. ഈ ബ്രോങ്കസിന്റെ ഈ പോർഷനിലും ട്രക്കിയുടെ പോർഷനിലും ബ്രോങ്കസിന്റെ പോർഷൻസിലും ഒക്കെ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതിനെയാണ് സീലിയ എന്ന് പറയാം. സോ ഈ വാർദ്ധക്യകാലത്ത് ഡിക്രീസ്ഡ് സീലിയ ആയിരിക്കും, അതായത് സീലിയയുടെ അളവ് കുറയുന്നു. ഇൻക്രീസ്ഡ് ആൻഡ്രോ പോസ്റ്റീരിയർ ചെസ്റ്റ് ഡയമീറ്റർ, അതായത് വാർദ്ധക്യകാലത്ത് ചെസ്റ്റിന്റെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ കൂടുതലായിരിക്കും, അതായത് നെഞ്ചു ഉന്തി നിൽക്കുന്നത് പോലെ തോന്നലുണ്ടാവും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ലങ്സിന്റെ പ്രവർത്തനശേഷി നശിക്കുമ്പോൾ ലങ്സിൽ എയർ കളക്ട് ചെയ്യുകയും അങ്ങനെ ലങ്സ് ഇൻഫ്ലേറ്റഡ് ആവുകയും അഥവാ വീർക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ലങ്സ് വീർക്കുന്നതിനാൽ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതിനാൽ അതോടൊപ്പം തന്നെ റിബ് കേജും എക്സ്പാൻഡ് ആയി തന്നെ നിൽക്കുന്നു. അതാണ് ഈ ഇൻക്രീസ്ഡ് ആൻഡ്രോ പോസ്റ്റീരിയർ ചെസ്റ്റ് ഡയമീറ്ററിന്റെ കാര്യം. നെക്സ്റ്റ് അബൌട്ട് ദ ഇൻക്രീസ്ഡ് ചെസ്റ്റ് വാൾ റിജിഡിറ്റി, അതായത് ചെസ്റ്റിലെ ഭിത്തികൾക്ക് മുറുക്കം ഉണ്ടാകുന്നതിനാൽ ശരിയായി വികസിക്കാനോ ചുരുങ്ങാനോ പറ്റാതെ വരുന്നു. നെക്സ്റ്റ് ഫ്യൂവർ ആൽവിയോളൈ. ആൽവിയോളൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സാക്സ് ആണ്, അതായത് ടെർമിനൽ ബ്രോങ്കിയോൾസ് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഈ എയർ സാക്സ് ഉണ്ടാവും. അപ്പോൾ വാർദ്ധക്യകാലത്ത് ഈ എയർ സാക്സിന്റെയൊക്കെ എണ്ണം കുറയുന്നു. അങ്ങനെ ഇൻക്രീസ്ഡ് എയർവേ റെസിസ്റ്റൻസ്, എയർ സാക്സിന്റെയൊക്കെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിൽ എയർ കളക്ട് ചെയ്യുകയും എയർ എക്സ്ചേഞ്ചിന് തടസ്സമുണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഇൻക്രീസ്ഡ് എയർവേ റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വാർദ്ധക്യകാലത്ത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ ദ കാർഡിയോവാസ്കുലാർ സിസ്റ്റം. വാർദ്ധക്യകാലത്ത് കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയെന്ന് നോക്കാം. തിക്കനിങ് ഓഫ് ദ ബ്ലഡ് വെസൽ വാൾ, അതായത് രക്തക്കുഴലുകളുടെ ഭിത്തിക്ക് കട്ടിവെക്കുന്നു. സെക്കൻഡ് വൺ നാരോയിങ് ഓഫ് വെസൽ ലൂമൻ, അങ്ങനെ കട്ടിവെക്കുന്നത് മൂലം രക്തക്കുഴലുകളിലെ സ്പേസ് കുറയുന്നു. ദെൻ ലോസ് ഓഫ് ബ്ലഡ് വെസൽ ഇലാസ്റ്റിസിറ്റി, രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നു. ഇതുമൂലം ലോവർ കാർഡിയാക് ഔട്ട്പുട്ട്, അതായത് ഇതുമൂലം ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യുന്നതിനുള്ള കഴിവ് കുറയുന്നു. നെക്സ്റ്റ് ഡിക്രീസ്ഡ് നമ്പർ ഓഫ് ഹാർട്ട് മസിൽ ഫൈബേഴ്സ്, ദാറ്റ് ഈസ് ഹൃദയ പേശികളുടെ പ്രവർത്തനം കുറയുന്നു അല്ലെങ്കിൽ എണ്ണം കുറയുന്നു. ഡിക്രീസ്ഡ് ഇലാസ്റ്റിസിറ്റി ആൻഡ് കാൽസിഫിക്കേഷൻ ഓഫ് ഹാർട്ട് വാൽവ്സ്, അതായത് ഹൃദയ വാൽവുകളിൽ കാൽഷ്യം അടിഞ്ഞുകൂടുകയും ഇലാസ്റ്റികത നഷ്ടപ്പെടുകയും ചെയ്യുന്നു. വാൽവ്സ് ഏതൊക്കെയെന്നറിയാലോ, ട്രൈക്കസ്പിഡ് വാൽവ്, ബൈക്കസ്പിഡ് വാൽവ്, ദെൻ പൾമണറി വാൽവ്, അയോട്ടിക് വാൽവ്. അങ്ങനെ ഈ വാൽവുകളുടെ കാൽസിഫിക്കേഷൻ നടക്കുന്നതിനാൽ ഇലാസ്റ്റികത കുറയുന്നു. നെക്സ്റ്റ് ഡിക്രീസ്ഡ് ബേരോ റിസപ്റ്റർ സെൻസിറ്റിവിറ്റി. ബാരോ റിസപ്റ്റർ സെൻസിറ്റിവിറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ബാരോ റിഫ്ലക്സ് എന്ന് പറയാം. ബാരോ റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ പ്രവർത്തനത്തിനെ കൺട്രോൾ ചെയ്ത് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് ഈ ബാരോ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ബാരോ റിസപ്റ്റർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഹൃദയ പ്രവർത്തനത്തിനെ നിയന്ത്രിച്ച് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ആ ഇൻഡെക്സിനെയാണ്, അതായത് BP റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡെക്സിനെയാണ് ബാരോ റിസപ്റ്റർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വാർദ്ധക്യകാലത്ത് ഹൃദയത്തിന് അതിനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ദെൻ ഡിക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് വീനസ് വാൽവ്, വീനസ് വാൽവുകളുടെ പ്രവർത്തനം കുറയുന്നു. ഇൻക്രീസ്ഡ് പൾമണറി വാസ്കുലാർ ടെൻഷൻ, അതായത് പൾമണറി വെസലുകളുടെ മർദ്ദം കൂടുന്നു. ഇൻക്രീസ്ഡ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അങ്ങനെ മർദ്ദം കൂടുന്ന പൾമണറി വെസൽസിന് മർദ്ദം കൂടുന്നതനുസരിച്ച് BP കൂടുകയും ശരീരത്തിലേക്കുള്ള രക്തചംക്രമണം കുറയുകയും ചെയ്യുന്നു. ഡിക്രീസ്ഡ് പെരിഫറൽ സർക്കുലേഷൻ, ശരീരത്തിലേക്കുള്ള BP കൂടുന്നതനുസരിച്ച് ശരീരത്തിലേക്കുള്ള രക്തയോട്ടവും കുറയുകയും ചെയ്യുന്നു. നെക്സ്റ്റ് അബൌട്ട് ദ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റം ചേഞ്ചസ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റം ചേഞ്ചസ് വാർദ്ധക്യകാലത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പെരിയോഡോണ്ടൽ ഡിസീസ്, അതായത് മോണകൾക്കുണ്ടാവുന്ന രോഗം. അപ്പൊ അടിക്കടി വാർദ്ധക്യകാലത്ത് പല്ലുകൾക്കും മോണകൾക്കും ഒക്കെ രോഗം ഉണ്ടാവുന്നു. ഡിക്രീസ് ഇൻ സലൈവ, ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ആൻഡ് പാൻക്രിയാറ്റിക് എൻസൈംസ്, അതായത് ഉമിനീര്, ഗ്യാസ്ട്രിക് സെക്രീഷൻസ്, പാൻക്രിയാറ്റിക് എൻസൈംസ് എന്നിവയുടെ ഉൽപാദനം കുറയുന്നു. ഡിക്രീസ്ഡ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്താണെന്ന് അറിയാമല്ലോ, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ്. അതായത് ഈസോഫാഗസിന്റെ പേശികളുടെ ക്രമാനുഗതമായ ചുരുങ്ങലിനെയാണ്, അതായത് കൺട്രാക്ഷൻസ് ഓഫ് ദ ഈസോഫേജിയൽ മസിൽസ്, അതാണ് ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺട്രാക്ഷന്റെ എബിലിറ്റി കുറയുന്നു, ഡിക്രീസ്ഡ് പെരിസ്റ്റാൾസിസ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ പെരിസ്റ്റാൾസിസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആഹാരം ഈ ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിൽ എത്തുന്നത്. അപ്പോൾ ഡിക്രീസ്ഡ് പെരിസ്റ്റാൾസിസ് ഒക്കെ ഓൾഡ് ഏജിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ഗ്യാസ്ട്രിക് അട്രോഫി മീൻസ് ആമാശയത്തിലെ പേശികൾ ചുരുങ്ങി വീക്കാകുന്ന അവസ്ഥ. ദെൻ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻട്രിൻസിക് ഫാക്ടർ, അതായത് ഇൻട്രിൻസിക് ഫാക്ടർ എന്താണെന്ന് അതും നമ്മൾ ഫസ്റ്റിലൊക്കെ പഠിച്ചതാണ്. അതായത് സ്റ്റൊമക്കിലെ പറൈറ്റൽ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഘടകമാണ് ഇൻട്രിൻസിക് ഫാക്ടർ. അപ്പോൾ വാർദ്ധക്യകാലത്ത് ഈ ഇൻട്രിൻസിക് ഫാക്ടറിന്റെ അളവ് കുറയുന്നു. ദെൻ ഇൻക്രീസ്ഡ് സ്റ്റൊമക് pH, സ്റ്റൊമക്കിന്റെ pHന്റെ അളവ് കൂടുന്നു. ദെൻ ലോസ് ഓഫ് സ്മൂത്ത് മസിൽ ഇൻ ദ സ്റ്റൊമക്, അതായത് പേശികളുടെ പ്രവർത്തനം നശിക്കുന്നു. ഹെമറോയിഡ്സ്, റെക്ടൽ ഫിഷേഴ്സ്, റെക്ടൽ പ്രൊലാപ്സ് ആൻഡ് ഇംപെയർഡ് റെക്ടൽ സെൻസേഷൻ. അതായത് ഹെമറോയിഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏനസിലെ വെയിൻസ് തടിച്ചു വീർക്കുന്ന അവസ്ഥയാണ്. റെക്ടൽ ഫിഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏനൽ ഫിഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനസിന്റെ അല്ലെങ്കിൽ രക്തത്തിന്റെ ഭാഗത്തെ ടിഷ്യൂസിനുണ്ടാകുന്ന വിള്ളലാണ്. റെക്ടൽ പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ രക്തം പുറന്തള്ളുന്ന അവസ്ഥ, അതിനെയാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഹെമറോയിഡ്, റെക്ടൽ ഫിഷേഴ്സ്, റെക്ടൽ പ്രൊലാപ്സ്, ഇംപെയർഡ് റെക്ടൽ സെൻസേഷൻ, അവിടെ സെൻസേഷൻ പവർ ഇവയൊക്കെ കുറയുന്നു. അപ്പോൾ ഹെമറോയിഡും റെക്ടൽ ഫിഷേഴ്സും റെക്ടൽ പ്രൊലാപ്സും ഒക്കെ വാർദ്ധക്യകാലത്ത് സാധാരണമായി ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ്. നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ ദ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം, അതായത് വാർദ്ധക്യകാലത്ത് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെ നോക്കാം. ഡിക്രീസ്ഡ് മസിൽ മാസ് ആൻഡ് സ്ട്രെങ്ത്, മസിലുകളുടെ പ്രവർത്തനക്ഷയം ഉണ്ടാകുന്നു. ഡീകാൽസിഫിക്കേഷൻ ഓഫ് ബോൺസ്, അതായത് ബോൺസിൽ നിന്നും കാൽഷ്യം നഷ്ടപ്പെട്ട് ബോൺസ് സോഫ്റ്റ് ആകുന്നു. ഡീജനറേറ്റീവ് ജോയിന്റ് ചേഞ്ചസ്, ജോയിന്റിന് തേയ്മാനം സംഭവിക്കുന്നു. ദെൻ ഡീഹൈഡ്രേഷൻ ഓഫ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്, ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിനുള്ളിലെ ജലാംശം നഷ്ടപ്പെട്ട് ബാക്ക് പെയിൻ ഉണ്ടാവുന്നു. നെക്സ്റ്റ്, ന്യൂറോളജിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയെ നോക്കാം. ഡീജനറേഷൻ ഓഫ് നെർവ് സെൽസ് നശിക്കുന്നു. ഡിക്രീസ് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെർവ് ഫൈബറിൽ നിന്നും വേറൊരു നെർവ് ഫൈബറിലേക്ക് സന്ദേശം കൊണ്ടുപോകുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാർദ്ധക്യകാലത്ത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവ് കുറയുന്നു. ദെൻ ഡിക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ്, അങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവ് കുറയുമ്പോൾ ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ പാസ് ചെയ്യുന്നതിനുള്ള വേഗതയും കുറയുന്നു. നെക്സ്റ്റ്, സെൻസറി സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയെ നോക്കാം. ഐസ് ഡിക്രീസ്ഡ് അക്കോമഡേഷൻ ടു നിയർ ഓർ ഫാർ വിഷൻ ഓർ പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എന്ന് വെച്ചാൽ വെള്ളം എഴുത്ത്, അത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. പ്രായമായിട്ടുള്ളവർ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന കണ്ടിട്ടില്ലേ, നീട്ടി പിടിച്ചിട്ട്, അതായത് അവർക്ക് ഫാർ വിഷനെ പറ്റുള്ളൂ. അപ്പോൾ ഡിക്രീസ്ഡ് അക്കോമഡേഷൻ ടു നിയർ ഓർ ഫാർ വിഷൻ, പ്രസ്ബയോപ്പിയ, വെള്ളം എഴുത്തെന്ന് പറയും. അടുത്തതും അല്ലെങ്കിൽ ദൂരെയുള്ളതുമായിട്ടുള്ള വസ്തുക്കൾ കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഡിഫിക്കൽട്ടി അഡ്ജസ്റ്റിംഗ് ടു ചേഞ്ചസ് ഫ്രം ലൈറ്റ് ടു ഡാർക്ക്, അതായത് ലൈറ്റ് ടു ഡാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ രാത്രിയിൽ കാഴ്ച ശക്തി കുറവുണ്ടാവുന്നു. യെല്ലോയിങ് ഓഫ് ദ ലെൻസിന് മഞ്ഞ കളർ ഉണ്ടാവുന്നു, മഞ്ഞ നിറം വരുന്നു. ഓൾട്ടേർഡ് കളർ പെർസെപ്ഷൻ, അതായത് കളർ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ടു ഗ്ലെയർ, തീവ്രമായ ലൈറ്റിനോട് അതായത് കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു, തീവ്രമായ ലൈറ്റ് അടിക്കുമ്പോൾ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവുന്നു. സ്മോളർ പീപ്പിൾസ്, കൃഷ്ണമണികൾ ചുരുങ്ങുന്നു. ഇനി ഇയേഴ്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോസ് ഓഫ് അക്യൂറ്റി ഫോർ ഹൈ ഫ്രീക്വൻസി ടോൺസ് ഓർ പ്രസ്ബൈക്കസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ സൗണ്ട് കേൾക്കുമ്പോൾ ഇവർക്ക് കേൾവിക്കുറവുണ്ടാവുന്നു. അതായത് നല്ല ഒച്ചയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. അപ്പം പ്രായമായിട്ടുള്ളവർ പറയില്ല, നമ്മൾ പറയാറില്ല, സൗണ്ട് കൂട്ടി പറയുമ്പോൾ കേൾക്കുന്നില്ല. അതേസമയത്ത് വളരെ നമ്മൾ എന്തെങ്കിലും അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രായമായിട്ടുള്ളവർ അത് കേൾക്കും. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അതവരുടെ ചേഞ്ചസ്, ഇയേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. സൗണ്ട് കൂടുന്നതനുസരിച്ച് അവർക്ക് ആ കൂടുതൽ സൗണ്ട് അവർക്ക് കേൾക്കാൻ പറ്റാതെ വരുന്നു. അതിനെ പ്രസ്ബൈക്കസിസ് എന്ന് പറയും. തിക്കനിങ് ഓഫ് ദ ടിംപാനിക് മെമ്പറൈൻ തിക്കാവുന്നു. സ്ക്ലീറോസിസ് ഓഫ് ഇന്നർ ഇയർ, സ്ക്ലീറോസിസ് എന്ന് വെച്ചാൽ ഹാർഡനിങ് ഓഫ് ദി ടിഷ്യൂ ആണ്. ഇന്നർ ഇയർ ടിഷ്യൂസ് ഒക്കെ ഹാർഡ് ആകുന്നു. ബിൽഡപ്പ് ഓഫ് ഇയർ വാക്സ് അറിയാലോ, ചെവിക്കായം കാതില് കെട്ടിക്കിടക്കുന്നു. നെക്സ്റ്റ്, ടേസ്റ്റ് ഓഫൺ ഡിമിനിഷ്ഡ്, ഓഫൺ ഫ്യൂവർ ടേസ്റ്റ് ബെഡ്, അതായത് ടേസ്റ്റ് കുറയുന്നു, അതായത് രുചി അറിയാനുള്ള ശക്തി കുറയുന്നു. സ്മെൽ അറിയാനുള്ള ശക്തി കുറയുന്നു. ടച്ച്, സ്പർശനശേഷി കുറവ്. ഡിക്രീസ്ഡ് സ്കിൻ റിസപ്റ്റേഴ്സ്, സ്പർശനശേഷി കുറവുണ്ടാവുന്നു. പ്രൊപ്യോസെപ്ഷൻ, ദാറ്റ് മീൻസ് ഡിക്രീസ്ഡ് അവയർനെസ് ഓഫ് ബോഡി പൊസിഷനിങ് ഇൻ സ്പേസ്, അതായത് ബോഡിയുടെ സ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ ഉണ്ടാകുന്നു. അതായത് ഇപ്പോൾ കണ്ണടച്ചിപ്പോൾ മൂക്കിൽ തൊടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പ്രായമായവർക്ക് ചിലപ്പോൾ അത് സാധിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ പ്രൊപ്യോസെപ്ഷനിൽ ചേഞ്ചസ് വരുന്നു.
നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ ദ ജെനിറ്റോ യൂറിനറി സിസ്റ്റം. ജെനിറ്റോ യൂറിനറി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, കിഡ്നി ആൻഡ് യൂറിനറി ബ്ലാഡറിന് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാർദ്ധക്യകാലത്തിൽ ഫ്യൂവർ നെഫ്രോണുകളുടെ എണ്ണം കുറയുന്നു. ഡിക്രീസ് ഇൻ റീനൽ ബ്ലഡ് ഫ്ലോ, അങ്ങനെ കിഡ്നിയിലൂടെയുള്ള ബ്ലഡ് സർക്കുലേഷന്റെ അളവും കുറയുന്നു. മെയിൽസ് എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതായത് മെയിൽസിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വീക്കം സംഭവിക്കുന്നു. ഇൻ ഫീമെയിൽസ് റെഡ്യൂസ്ഡ് സ്വിഞ്ചർ ടോൺ, അതായത് ഫീമെയിൽസിൽ വജൈനൽ സ്വിഞ്ചർ മസിലുകളുടെ പ്രവർത്തന ശേഷി കുറയുന്നു. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾഡ് ഏജിൽ മെയിലിന് സ്പേം കൗണ്ട് ഡിമിനിഷസ്, ദാറ്റ് ഈസ് സ്പേം കൗണ്ടിന്റെ അളവ് കുറയുന്നു. സ്മോളർ ടെസ്റ്റിസ് ചെറുതാകുന്നു. ലെസ് ഇറക്ഷൻ, അതായത് ടെസ്റ്റിസിന്റെ പ്രവർത്തന ശേഷി കുറയുന്നു. ഇനി ഫീമെയിൽസിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും നോക്കാം. ഡിക്രീസ്ഡ് ഈസ്ട്രജൻ പ്രൊഡക്ഷൻ, ഈസ്ട്രജന്റെ അളവ് കുറയുന്നു. ഡീജനറേഷൻ ഓഫ് ഓവറീസ്, ഓവറിയുടെ പ്രവർത്തനം നശിക്കുന്നു. അട്രോഫി ഓഫ് വജൈന യൂട്രസ് ആൻഡ് ബ്രസ്റ്റ്, വജൈന യൂട്രസ് ബ്രസ്റ്റ് എന്നിവ ചുരുങ്ങുന്നു. നെക്സ്റ്റ്, എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും നോക്കാം. തൈറോയിഡ്, ദാറ്റ് ഈസ് ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ്, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം കുറയുന്നതിനാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിന്റെ അളവും കുറയുന്നു. ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ആന്റി ഇൻഫ്ലമേറ്ററി ഹോർമോൺസ് സച്ച് ആസ് കോർട്ടിസോൾ ആൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, കോർട്ടിസോൾ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്നീ ഹോർമോണുകളുടെ അളവ് കൂടുന്നു. അതിനാൽ വാർദ്ധക്യകാലത്ത് പ്രഷർ, ഷുഗർ എന്നിവ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. ദെൻ പാൻക്രിയാസ്, ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ്, അതായത് പാൻക്രിയാസ് ഉണ്ടാക്കുന്ന പാൻക്രിയാസ് എന്ന ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈംസും ഹോർമോൺസിന്റെയൊക്കെ അളവ് കുറയുന്നു. അതിനാൽ വാർദ്ധക്യകാലത്ത് ഷുഗറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു, ഡയബറ്റീസ് ഒക്കെ എളുപ്പം ഉണ്ടാവുന്നു. ദെൻ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതായത് തൈമസ് ഇൻവല്യൂഷൻ, തൈമസ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം കുറയുന്നു. അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റിക്ക് സഹായകരമായിട്ടുള്ള ടി സെൽ ഫംഗ്ഷൻ ഡിക്രീസസ്, ടി സെല്ലുകളുടെ ഫംഗ്ഷനും കുറയുന്നു. അതിനാൽ വാർദ്ധക്യകാലത്ത് എളുപ്പം രോഗങ്ങൾ ഉണ്ടാവുന്നു. നെക്സ്റ്റ്, അപ്പൊ ഇത്രയാണ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. നെക്സ്റ്റ്, സൈക്കോ സോഷ്യൽ ചേഞ്ചസ്, മാനസികമായിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാന്ന് നോക്കാം. വാർദ്ധക്യകാലത്ത് ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫൊക്കെ കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാകും. നോക്കാം എന്തൊക്കെയാണ് സൈക്കോ സോഷ്യൽ ചേഞ്ചസ്. ഫസ്റ്റ് വൺ, റോൾ ചേഞ്ചസ് ഇൻ റിട്ടയർമെന്റ് ലൈഫ്, അതായത് റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് മാറുന്നത് കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. Then second one, more prone for social isolation. അപ്പോൾ അതിനാൽ തന്നെ റിട്ടയർമെന്റ് ജീവിതം കഴിഞ്ഞുണ്ടായി വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതിനനുസരിച്ച് സാമൂഹ്യമായ ഒറ്റപ്പെടൽ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. അതിനാൽ തന്നെ നീഡ്സ് മോർ ലവ്, വാംത്, ഷെയറിംഗ് ആൻഡ് ടച്ചിങ് ഫ്രം ലൗഡ് വൺസ്. അപ്പൊ സോഷ്യൽ ഐസൊലേഷൻ ഒക്കെ ഉണ്ടാകുന്നതിനാൽ അവർക്ക് കൂടുതൽ ഉറ്റവരിൽ നിന്നും കൂടുതൽ സ്നേഹം, കരുതൽ, കെയറിംഗ് എന്നിവ അവർ ആഗ്രഹിക്കുന്നു. ദെൻ ചേഞ്ച് ഇൻ സോഷ്യൽ റോൾ ആൻഡ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹെൽത്ത് സ്റ്റാറ്റസ് ഇൻഫ്ലുവൻസസ് ദെയർ ലിവിംഗ് അറേഞ്ച്മെന്റ്സ്. അതായത് കുടുംബപരമായ ചുമതലകൾ കൈമാറ്റം ചെയ്യുന്ന സമയമായതിനാൽ അപ്പോൾ ആ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ആരോഗ്യസ്ഥിതിയും ഒക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് തങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം മക്കളിലേക്കോ അല്ലെങ്കിൽ മരുമക്കൾക്കൊക്കെ കൊടുക്കുമ്പോഴും അതോടൊപ്പം തന്നെ വാർദ്ധക്യകാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളും ഇവയെല്ലാം മാനസികപരമായിട്ടുള്ള ചേഞ്ചസിന് കാരണമാകുന്നു. പിന്നെ ഡെത്ത് ഓഫ് സ്പൗസ് ഓർ ലൗഡ് വൺസ്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഉറ്റവരുടെ മരണം അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മരണം. അത് ഏറ്റവും കാര്യമായിട്ട് സ്വാധീനിക്കും വാർദ്ധക്യകാലത്ത് ആൾക്കാരുടെ മനസ്സിനെ. അപ്പൊ ദീസ് ആർ ദ സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ ദ ഓൾഡ് ഏജ്. ദാറ്റ് ഈസ് റോൾ ചേഞ്ചസ് ഇൻ റിട്ടയർമെന്റ് ലൈഫ്, മോർ പ്രോൺ ഫോർ സോഷ്യൽ ഐസൊലേഷൻ, നീഡ്സ് മോർ ലവ്, വാംത്, ഷെയറിംഗ് ആൻഡ് ടച്ചിങ് ഫ്രം ലൗഡ് വൺസ്, ചേഞ്ച് ഇൻ ദ സോഷ്യൽ റോൾ ആൻഡ് ഡെത്ത് ഓഫ് സ്പൗസ് ഓർ ലൗഡ് വൺസ്. ഓക്കെ, നിങ്ങൾ കെയർ ഓഫ് ഡൈയിങ്ങും ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഓഫ് ജീറിയാട്രിക് കെയറും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സ്റ്റിഫനിങ് ഓഫ് ബോഡി ആഫ്റ്റർ ഡെത്ത് ഈസ് കോൾഡ് ഡാഷ്. എന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ആൻസർ റൈഗമോട്ടിസ്. Second question is, dash is the rattling sound in throat caused by secretions that the patient cannot cough longer. Answer is death rattle. Third question, the care of aged is called dash. Answer geriatrics. Okay. Next ഒരു assignment ആണ്. Prepare a chart on Kubler-Ross stages of dying and Angel's stages of grief reaction. ഇത് എഴുതി ഒരു ചാർട്ട് തയ്യാറാക്കി നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക.
നെക്സ്റ്റ് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ലിസ്റ്റ് ഔട്ട് സ്റ്റേജസ് ഓഫ് കുബ്ലർ-റോസ് സ്റ്റേജസ് ഓഫ് ഡൈയിങ്. Second question, what are the stages of grief reactions? Third one, explain stages of approaching death. Fourth one, what are the signs of clinical death? Fifth one, explain the nursing care of dying person. And sixth one, what are the major physiological changes in active aging? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണിക്കുക. ഓക്കെ, താങ്ക് യു.